എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം സമൺസ് വാറണ്ട് പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെർച്ച് വാറണ്ടുമായി ബന്ധപ്പെട്ട പോർഷനാണ്. സെർച്ച് വാറണ്ട് നമുക്ക് ഇത്രയും ദിവസം എന്താണ് ഒരു വ്യക്തിയെ കാണാത്തതുകൊണ്ടോ വ്യക്തിയെ ഹാജരാക്കുന്ന കാര്യമാണോ പറഞ്ഞത്. ഇനി ഒരു വസ്തുക്കളെ അപ്പോൾ 96 എപ്പോൾ സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കാം, എപ്പോൾ സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കാം ചോദിച്ചാൽ വകുപ്പ് 94 പ്രകാരമുള്ള സമൻസോ വകുപ്പ് 94 പ്രകാരമുള്ള സമൻസോ ഉത്തരവോ അല്ലെങ്കിൽ 95 ക്ലോസ് 1 പ്രകാരമുള്ള അഭ്യർത്ഥനയോ ആരെ അഭിസംബോധന ചെയ്തിരിക്കാവുന്ന ഒരു വ്യക്തിക്ക്. അപ്പോൾ ഒരു 94 എന്ന് പറഞ്ഞാൽ ഒരാളോട് ഒരു സാധനം കൊണ്ടുവരാൻ കോടതി പറയുന്നതാണ് 94. 95 ക്ലോസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ കോടതി ഇത് നിർബന്ധമായും ആ രേഖ ഹാജരാക്കുവാൻ പറഞ്ഞിട്ടും അത് ഹാജരാക്കുകയില്ല എന്നോ ഹാജരാക്കാതിരിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പുണ്ടെങ്കിലാണ് എന്ത് പുറപ്പെടുവിക്കുന്നത്, സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. കണ്ടോ, കോടതിക്ക് അങ്ങനെയുള്ള രേഖയോ സാധനമോ ഏതെങ്കിലും ആളുടെ കൈവശം ഉള്ളതായി അറിയില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ കൈവശം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അറിയാൻ സാധിക്കും. ഈ സംഹിതയുടെ കീഴിലുള്ള ഏതെങ്കിലും അന്വേഷണത്തിന്റെയോ വിചാരണയുടെയോ മറ്റു നടപടികളുടെയോ ആവശ്യങ്ങൾ ഒരു പൊതു പരിശോധനയിലൂടെയോ നിർവഹിക്കപ്പെടുമെന്ന് കോടതി പരിഗണിക്കുന്നത് എപ്പോഴാണ്, അതായത് ഈ വസ്തു കൊണ്ടുവരില്ല ഇയാൾ, അപ്പൊ ഇനി ഒരു പൊതു പരിശോധനയിലൂടെ മാത്രമേ ഇനി ഇത് ലഭിക്കുകയുള്ളൂ എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ, കോമൺ ആയിട്ട് സെർച്ച് ചെയ്യണമെങ്കിൽ അവിടെ കോടതിക്ക് ഒരു സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാം. അപ്പൊ ഇയാളിത് കൊണ്ടുവരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കോടതിക്ക് ഒരു സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാം. അത്തരം വാറണ്ട് നിർദ്ദേശിച്ചിട്ടുള്ള വ്യക്തിക്ക് അതനുസരിച്ച് അതിലടങ്ങിയ വ്യവസ്ഥകൾക്ക് വിധേയമായി എവിടെയും തിരയുകയോ പരിശോധിക്കുകയോ ചെയ്യാം. അപ്പോ ഇവിടെ പറഞ്ഞത് സെർച്ച് വാറണ്ടാണ്. ഈ സെർച്ച് വാറണ്ടുമായി ബന്ധപ്പെട്ട് എവിടെ വേണോ തിരയുകയോ പരിശോധിക്കുകയോ ചെയ്യാം എന്ന് പറയുന്നു. കോടതിക്ക് ഉചിതമെന്ന് തോന്നുകയാണെങ്കിൽ, കോടതിക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ പരിശോധന വ്യാപിപ്പിക്കാൻ പാടുള്ള പ്രത്യേക സ്ഥലമോ, പാടുള്ള എന്ന് പറഞ്ഞാൽ പ്രയാസം എന്നല്ല അർത്ഥം, പരിശോധന വ്യാപിപ്പിക്കാൻ പറ്റുന്ന സ്ഥലത്തോ ഭാഗങ്ങളിലോ എന്ത് ചെയ്യാം, അവിടെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ പോയി എന്ത് ചെയ്യാം, പരിശോധിക്കാം. മനസ്സിലായോ? അപ്പോൾ ഒരു കോടതിക്ക് ഒരു വസ്തു ഒരാളുടെ കൈവശം ഉള്ളതോ ഇല്ലതോ ആയിട്ട് അറിയെങ്കിൽ കോടതിക്ക് അവിടെ പരിശോധിക്കാൻ നിർദ്ദേശിക്കാം. മാത്രമല്ല അങ്ങനെ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്തോ ഭാഗത്തോ മാത്രം പരിശോധന നടത്തേണ്ടതാകുന്നു. അപ്പോൾ ആ സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യണം, പരിശോധന നടത്തണം. ഈ വകുപ്പിൽ അടങ്ങിയിരിക്കുന്ന ഒന്നും പോസ്റ്റൽ അതോറിറ്റിയുടെ കസ്റ്റഡിയിലുള്ള ഒരു രേഖയോ പാഴ്സലോ മറ്റും തിരയാൻ. ഇനി പോസ്റ്റൽ അതോറിറ്റിയുടെ രേഖയോ മറ്റോ തിരയണമെങ്കിൽ അത് ഒരുപാട് പേരുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണ് പോസ്റ്റൽ അതോറിറ്റിയുടെ കാര്യം. അങ്ങനെയാണെങ്കിൽ അത് ജില്ലാ മജിസ്ട്രേറ്റോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ അല്ലാതെ, ജില്ലാ മജിസ്ട്രേറ്റോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ അല്ലാതെ മറ്റേതെങ്കിലും മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്നതല്ല, മറ്റൊരു മജിസ്ട്രേറ്റിനും അധികാരം നൽകുന്നതല്ല. ജില്ലാ മജിസ്ട്രേറ്റോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ അല്ലാതെ മറ്റേതെങ്കിലും മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്നതല്ല എന്നുകൂടെ അറിയുക. അപ്പോൾ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും പരിശോധിക്കും, പക്ഷെ അവിടെ മാത്രം ജില്ലാ മജിസ്ട്രേറ്റിൻ്റെയോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെയോ അനുമതി വേണം. ഇനി 97 കളവ് മുതൽ വ്യാജരേഖകൾ മുതലായവ ഉള്ളതായി സംശയിക്കപ്പെടുന്ന സ്ഥലത്തിന്റെ പരിശോധന. എവിടെയെങ്കിലും കളവ് മുതലോ വ്യാജരേഖകൾ തുടങ്ങിയവ ഉള്ളതായി സംശയിക്കപ്പെടുന്നുവെങ്കിൽ ഒരു ജില്ലാ മജിസ്ട്രേറ്റോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ, ആരൊക്കെയാണ്, ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ആകാം, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ ആവശ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിചാരണയ്ക്ക് ശേഷം, അപ്പോൾ മജിസ്ട്രേറ്റ് ആദ്യം എന്ത് ചെയ്യുന്നു, അന്വേഷണ വിചാരണ നടത്തുന്നു. എന്നിട്ട് ഏതെങ്കിലും സ്ഥലം മോഷ്ടിച്ച വസ്തുവിൻ്റെ നിക്ഷേപത്തിന് എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ച വസ്തുക്കൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിൽ, അതാണ് മോഷ്ടിച്ച വസ്തുവിൻ്റെ നിക്ഷേപത്തിനോ വിൽപ്പനയ്ക്കോ ഏതെങ്കിലും വസ്തുക്കൾ വിൽപ്പനയ്ക്കോ ഉപയോഗിക്കുന്നു എന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വാറണ്ട് വഴി കോൺസ്റ്റബിളിൻ്റെ പദവിക്ക് മുകളിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനോട്, അപ്പോൾ ഈ മജിസ്ട്രേറ്റിന് ഉറപ്പുണ്ട് എന്നാണ് ഏതെങ്കിലും വസ്തുക്കൾ മോഷ്ടിച്ച വസ്തുവിൻ്റെ നിക്ഷേപത്തിനോ വിൽപ്പനയ്ക്കോ ഉപയോഗിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വാറണ്ട് വഴി കോൺസ്റ്റബിളിൻ്റെ പദവിക്ക് മുകളിലുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് എന്തൊക്കെ ചെയ്യാം, ആവശ്യമായ സഹായത്തോടെ അത്തരം സ്ഥലത്ത് പ്രവേശിക്കാനുള്ള അധികാരം കൊടുക്കണം, വാർഡിൽ വ്യക്തമാക്കിയ രീതിയിൽ ചെയ്യാനുള്ള സഹായം ചെയ്യണം, അതിനകത്ത് കാണപ്പെടുന്ന ഏതെങ്കിലും കളവ് മുതലോ വസ്തുക്കളുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള അനുവാദം കൊടുക്കണം, ഏതെങ്കിലും വസ്തുവോ പദാർത്ഥമോ ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുപോവുകയോ കുറ്റക്കാരനെ മജിസ്ട്രേറ്റിന് മുമ്പാകെ എത്തുന്നത് വരെയോ അവിടെ കാവൽ നിൽക്കുകയും ചെയ്യാം.
അപ്പോൾ അത്തരം സ്ഥലത്ത് പ്രവേശിക്കാം, പരിശോധന ചെയ്യാം, കിട്ടുന്ന വസ്തുക്കൾ പിടിച്ചെടുക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോകാം, അതുവരെ ആ സ്ഥലത്ത് കാവൽ നിൽക്കുകയും ചെയ്യാം. ഇനി അങ്ങനെയുള്ള ഏതെങ്കിലും വസ്തുവോ പദാർത്ഥമോ കളവ് മുതലാണെന്നോ, അപ്പോൾ ഈ വസ്തു കളവ് മുതലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയിക്കാൻ ന്യായമായ കാരണമുണ്ടെങ്കിൽ സ്വകാര്യമായി കാണപ്പെടുന്ന ഏതൊരാളിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നതിന് അപ്പോൾ ആ കളവ് മുതലുമായി ബന്ധപ്പെട്ട ആളെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് വാറണ്ടിനോടൊപ്പം കസ്റ്റഡിയിലും എടുക്കാം. എന്നിട്ടൊരു മജിസ്ട്രേറ്റ് മുമ്പാകെ കൊണ്ടുപോവുകയും അധികാരം നൽകാം. അപ്പോൾ മജിസ്ട്രേറ്റ് മുമ്പിൽ എത്തിക്കാനുള്ള അധികാരവും ഈ വ്യക്തിക്ക് നൽകാം. പോലീസിനോ ആർക്കാണോ സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്തത് ആ വ്യക്തി ഈ വസ്തു പിടിച്ചെടുക്കുകയും ചെയ്യാം, ഇതിൻ്റെ കാരണക്കാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ട് ഇതിൽ വരുന്ന സാധനങ്ങളാണ് കള്ള നാണയം, അതുപോലെ കള്ള നോട്ടുകൾ, വ്യാജ സ്റ്റാമ്പുകൾ, വ്യാജരേഖകൾ, വ്യാജമുദ്രകൾ, അശ്ലീല വസ്തുക്കൾ തുടങ്ങിയവയൊക്കെ ഇതിനകത്ത് വരും. അതുമായിട്ട് ബന്ധപ്പെട്ട സാമഗ്രികളും ആകുന്നു. കണ്ടോ, അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സാമഗ്രികളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടും. ഓക്കെ. ഇനി 98, ചില പ്രസിദ്ധീകരണങ്ങൾ കണ്ടുകെട്ടപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നതിനും അവയ്ക്ക് പരിശോധന വാറണ്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം. ഇനി ചില പ്രസിദ്ധീകരണങ്ങൾ കണ്ടുകെട്ടിയതായി പറയും. അതായത് കോടതിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ നിരോധിച്ച വസ്തുക്കളാകാം. കേട്ടോ, വർത്തമാന പത്രമോ പുസ്തകമോ അല്ലെങ്കിൽ BNSലെ ഏതെങ്കിലും 152, 196, 197 ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനം, മയക്കുമരുന്ന്, പിന്നെ ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അശ്ലീല വസ്തുക്കൾ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കിയാൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന രീതിയിലുള്ള നിരോധിച്ച വസ്തുക്കൾ പുറത്തിറക്കിയാൽ സംസ്ഥാന ഗവൺമെൻറ്റിന് വിജ്ഞാപനം വഴി അതിൻ്റെ കാരണങ്ങൾ പ്രസ്താവിച്ചുകൊണ്ട് അത്തരം പ്രസിദ്ധീകരണങ്ങളെ കണ്ടുകെട്ടിയതായി പ്രഖ്യാപിക്കാം. അപ്പോൾ ഇവർക്കൊരു വിജ്ഞാപനം വഴി എന്ത് ചെയ്യാം, അത്തരം പ്രസിദ്ധീകരണങ്ങളെ കണ്ടുകെട്ടിയതായി പറയപ്പെടാം. അപ്പോൾ ഗവൺമെൻറ് നിരോധിച്ച വസ്തുക്കളാണ്. ഈ വസ്തുക്കളെയാണ് എവിടെ കണ്ടാലും എന്ത് ചെയ്യാം, പിടിച്ചെടുക്കാം ഇന്ത്യയിൽ. അപ്പോൾ അത് ഇന്ത്യക്കുള്ളിൽ എവിടെ കണ്ടാലും, അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇന്ത്യക്കുള്ളിൽ എവിടെ കണ്ടാലും അത് ഇപ്പോൾ ഏത് പോലീസ് ഉദ്യോഗസ്ഥനും പിടിച്ചെടുക്കാവുന്നതും, കൂടാതെ ഏതൊരു മജിസ്ട്രേറ്റിനും വാറണ്ട് മുഖേന SI റാങ്കിൽ കുറയാത്ത ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഏത് സ്ഥലത്തും പ്രവേശിക്കാനും അത്തരത്തിലുള്ള രേഖ ഉണ്ടോ എന്ന് പരിശോധിക്കാനും അധികാരമുണ്ട്. അപ്പോൾ ഏത് സ്ഥലത്തും പരിശോധിക്കാം, ഏത് രേഖ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യാം. അടുത്തത് 100, അന്യായമായി തടഞ്ഞു വെക്കട്ട ആൾക്കുള്ള പരിശോധന. ഇനി ആളിനെയാണ് തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നത്, ആരെങ്കിലും ആളുകളെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. നോക്കാം, തടഞ്ഞു വെക്കൽ കുറ്റമായി തീരുന്ന സാഹചര്യങ്ങളിൽ. തടഞ്ഞു വെക്കുന്ന കുറ്റം തന്നെയാണ്. നമ്മൾ BNSൽ പഠിച്ചിട്ടുണ്ട് 127. ആ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ആളെ തടഞ്ഞു വെച്ചിട്ടുള്ളതായി ഏതെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റിനോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനോ വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ, ഏതെങ്കിലും ആരെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കാവുന്നതും, ആർക്കാണോ ആ വാറണ്ട് അധികാരപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് അയാൾ അങ്ങനെ തടഞ്ഞു വെക്കപ്പെട്ട ആൾക്ക് വേണ്ടി പരിശോധന നടത്തേണ്ടതാണ്. അപ്പോൾ ഒരു സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, ഈ തടഞ്ഞു വെക്കപ്പെട്ട ആൾക്ക് വേണ്ടി പരിശോധന നടത്തേണ്ടതുമാണ്. അങ്ങനെയുള്ള പരിശോധന ആ വാറണ്ടിനനുസൃതമായി ചെയ്യേണ്ടതും, ആളെ കണ്ടുകിട്ടിയാൽ അയാളെ ഉടനെ ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ കൊണ്ടു ചെല്ലേണ്ടതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള പരിശോധന ആ വാറണ്ടിനനുസൃതമായി ചെയ്യേണ്ടതും, ആളെ കണ്ടുകിട്ടിയാൽ അയാളെ ഉടനടി ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ കൊണ്ടു ചെല്ലേണ്ടതുമാണ്. മനസ്സിലായോ? അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അയാളെ കൈവശം വെച്ചിരിക്കരുത്, എത്രയും പെട്ടെന്ന് ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ കൊണ്ടു ചെല്ലേണ്ടതുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു ആളെ അന്യായമായി തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എത്രയും വേഗം എന്ത് ചെയ്യാം, അയാളെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കാനുള്ള നടപടി ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുമ്പോൾ അന്യായമായി തടഞ്ഞു വെക്കപ്പെട്ട ആൾക്കുള്ള പരിശോധനയാണ്. അയാളെ എവിടെ കിട്ടിയാലും എന്ത് ചെയ്യാം, അയാളെയും അയാൾക്ക് കാരണക്കാരനായ വ്യക്തി ഉണ്ടെങ്കിലും പിടിക്കാം, അയാളെ കൊണ്ട് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാം. ഇനി 102, സെർച്ച് വാറണ്ടുകൾ അധികാരപ്പെടുത്തി കൊടുക്കുന്നതും മറ്റും. ഇനി 32, 72, 74, 76, 79, 80, 81 ഈ വകുപ്പുകളെല്ലാം സെർച്ച് വാറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും സെർച്ച് വാറണ്ടുമായി. അപ്പോൾ ഈ സെർച്ച് വാറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാനുള്ളത് ഇതെല്ലാം അറസ്റ്റ് വാറണ്ടാണ്. അപ്പോൾ സെർച്ച് വാറണ്ടിനുള്ളിൽ അറസ്റ്റ് വാറണ്ട് വരുമെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? സെർച്ച് വാറണ്ടിനുള്ളിൽ അറസ്റ്റ് വാറണ്ടും വരും എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ച് വാറണ്ട് 98, 100 സെർച്ച് വാറണ്ടാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അതിനിടയിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അറസ്റ്റ് ചെയ്യാം. അതാണ് ഇവിടെ ബാധകമാണ്. ഉണ്ടോ? സെർച്ച് ചെയ്യുമ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്യാനും ബാധകമാണ്. 103, അടച്ചിട്ട സ്ഥലത്തിൻ്റെ ചാർജുള്ള ആളുകൾ പരിശോധന അനുവദിക്കേണ്ടതാണ്.
ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് 103 ആണ്. ഇതിൻ്റെ ഒരു ബാക്കി 185 എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അധ്യായത്തിന് കീഴിൽ പരിശോധിക്കാൻ ബാധ്യതയുള്ള ഏതെങ്കിലും സ്ഥലം അടച്ചിട്ടിരിക്കുമ്പോഴെല്ലാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് ഇത് പറഞ്ഞു, ഇത് വായിച്ച് മുഴുവൻ കൺഫ്യൂഷൻ ആക്കണ്ട. നമുക്ക് പരിശോധിക്കേണ്ട സ്ഥലം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന വ്യക്തിയോട് നമ്മൾ അനുവാദം ചോദിക്കും. അയാൾ എന്ത് ചെയ്യണം? നമുക്ക് അനുവാദം തരണം. അയാൾ അനുവാദം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് കയറി അയാൾ ആദ്യം പരിശോധിക്കും. എന്നിട്ട് അതിനകത്ത് കയറും. സാധനം നമ്മൾ ഏത് സാധനത്തിന് വേണ്ടിയാണോ തിരിയുന്നത് അതൊക്കെ കണ്ടുപിടിക്കും. പക്ഷേ അതിനു മുമ്പേ നമ്മൾ 2 സാക്ഷികളെ കൂടെ കണ്ടുവെക്കണം, മാന്യന്മാരായ 2 സാക്ഷികൾ. ആ സാക്ഷികളെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അയാളുടെ സാന്നിധ്യത്തിൽ നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെ നമ്മൾ വിചാരിക്കുന്ന വസ്തുക്കൾ കിട്ടുമോ അതൊക്കെ പിടിച്ചെടുക്കുന്ന വസ്തു മുഴുവൻ ലിസ്റ്റാക്കണം. ലിസ്റ്റാക്കിയിട്ട് ഈ സാക്ഷികളുടെ മുമ്പിൽ വെച്ച് തന്നെ അതിൽ ഒപ്പിടിക്കണം. സാക്ഷികൾ നമ്മൾ ഒപ്പിടിക്കണം. മനസ്സിലായോ? ഇത് ഓഡിയോ വീഡിയോ റെക്കോർഡും ചെയ്യാം നമ്മൾ പിടിച്ചെടുക്കുന്ന നടപടികൾ. മനസ്സിലായോ? എന്നിട്ട് ഈ സാക്ഷികൾ ഒപ്പിട്ടതിനെ നമ്മൾ കോടതിയിൽ കൊടുക്കുന്നു. കോടതി അതിൻ്റെ ഒരു കോപ്പി ഈ ഉടമസ്ഥനും കൊടുക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഈ അധ്യായത്തിന് കീഴിൽ പരിശോധിക്കാൻ ബാധ്യതയുള്ള ഏതെങ്കിലും സ്ഥലം അടച്ചിട്ടിരിക്കുമ്പോഴെല്ലാം അത്തരം സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തിയോ അതിൻ്റെ ചാർജുള്ള വ്യക്തിയോ വാറണ്ട് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥനെയോ മറ്റു വ്യക്തികളുടെ ആവശ്യപ്രകാരം ഹാജരാകേണ്ടതും അയാൾക്ക് ആ സ്ഥലത്തേക്ക് സ്വതന്ത്രമായി പ്രവേശിക്കാൻ അനുവാദം നൽകണം. മാത്രമല്ല 44-ാം വകുപ്പ് പ്രകാരമുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. എന്ന് പറഞ്ഞാൽ ഈ 44-ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 44-ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് പരിശോധിക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ചവിട്ടി പൊളിച്ച് ജനലും വാതിലും തകർത്ത് വേണമെങ്കിലും പരിശോധിക്കാം. അങ്ങനെയുള്ള സ്ഥലത്തോ അതിന് ചുറ്റുമോ ഉള്ള ഏതെങ്കിലും ആൾ ആ ഏത് സാധനത്തിന് വേണ്ടിയാണോ പരിശോധന നടത്തുന്നത് അത് അയാളുടെ ശരീരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെട്ടാൽ ശരീരവും പരിശോധിക്കാം. പക്ഷെ അതൊരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീ തന്നെ എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഇനി അതിനു വേണ്ടിയതാണല്ലോ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പാടുള്ള അന്വേഷണം നടത്തുന്ന സ്ഥലത്തുള്ള സ്വതന്ത്രരും മാന്യരുമായ നിവാസികളെയോ അവർ ലഭ്യമല്ല എങ്കിൽ മറ്റൊരു പ്രദേശത്തെ 2 അതിലധികമോ സ്വതന്ത്രരും മാന്യരുമായ നിവാസികളെയോ സാക്ഷിയാകാൻ വിളിക്കേണ്ടതാണ്. ഇനി അവർ ലഭ്യമല്ല എങ്കിൽ മറ്റൊരു സ്ഥലത്തുള്ള സ്വതന്ത്രരും മാന്യരുമായ സാക്ഷികളെ സാക്ഷിയാകാൻ വിളിക്കണം. അപ്രകാരം ചെയ്യുന്നതിന് അവർക്കോ അവരിൽ ആർക്കെങ്കിലുമോ ലിഖിതമായ ഉത്തരവും നൽകാം. ഇതിനാണ് സാക്ഷിയാകാൻ വേണ്ടി. പരിശോധന അവരുടെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ടതും അത്തരം തിരച്ചിലിനിടയിൽ പിടിച്ചെടുത്ത എല്ലാ വസ്തുക്കളുടെയും ഒരു ലിസ്റ്റ്. ഇനി പിടിച്ചെടുത്ത വസ്തുക്കളെല്ലാം ലിസ്റ്റ് എന്താണ്? ഒരു ലിസ്റ്റ് യഥാക്രമം ഉദ്യോഗസ്ഥനോ മറ്റൊരാളോ തയ്യാറാക്കേണ്ടതും. അപ്പോൾ ഈ പരിശോധന അവരുടെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ടതും ഈ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ടതും പിടിച്ചെടുത്ത എല്ലാ വസ്തുക്കളുടെയും ലിസ്റ്റ് യഥാക്രമം ആ ഉദ്യോഗസ്ഥനോ മറ്റൊരാളോ തയ്യാറാക്കേണ്ടതും അങ്ങനെയുള്ള സാക്ഷികൾ അതിൽ ഒപ്പിടേണ്ടതുമാകുന്നു. ആ സാക്ഷികൾ അതിൽ ഒപ്പിടണം. മാത്രമല്ല ഇവർ കോടതിയിൽ സമൻ ചെയ്യാത്ത പക്ഷം പരിശോധനയുടെ സാക്ഷിയായി കോടതിയിൽ ഹാജരാകേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ ഇവരെ കോടതിയിൽ വിളിച്ചു വരുത്തിയില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കോടതിയിൽ വരേണ്ട ആവശ്യം ഇല്ല എന്ന് പറയും. ഇനി പരിശോധന നടത്തിയ സ്ഥലത്തെ താമസക്കാരനെയോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയുള്ള ആളെയോ എല്ലാ സന്ദർഭങ്ങളിലും പരിശോധനയിൽ പങ്കെടുപ്പിക്കണം. മനസ്സിലായോ? ഈ പരിശോധിക്കാൻ വന്ന ആളിനെ എല്ലാ സമയങ്ങളിലും ഈ പരിശോധനയിൽ പങ്കെടുക്കാൻ അനുവദിക്കേണ്ടതും കൂടാതെ ഈ വകുപ്പ് പ്രകാരം സാക്ഷികൾ ഒപ്പിട്ട ലിസ്റ്റിൻ്റെ പകർപ്പ് ആ താമസക്കാരനോ കൈവശക്കാരനോ കൊടുക്കുകയും വേണം. ഓക്കെ, ആ ലിസ്റ്റിൻ്റെ പകർപ്പിൽ മനസ്സിലായല്ലോ വ്യക്തിക്ക് നൽകേണ്ടത് പറഞ്ഞതാണ്. ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞെന്ന കാര്യമാണ്. ഓക്കെ, മാത്രമല്ല ഇവിടെ ആരെങ്കിലും അതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ അവർക്കെതിരെ നടപടിയും എടുക്കുമെന്നാണ്. കണ്ടോ, ഇതിന് വിസമ്മതിക്കുന്ന വ്യക്തിക്കെതിരെ നടപടിയും എടുക്കുമെന്ന് ഓർമ്മിക്കുക. 104 അധികാരപരിധിക്കപ്പുറമുള്ള പരിശോധനയിൽ കണ്ടെത്തിയ വസ്തുക്കളുടെ വിനിയോഗം. അധികാരപരിധിക്കപ്പുറമുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടതിയുടെ അധികാരപരിധിക്കപ്പുറം ഏതെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ കോടതി പ്രാദേശിക അധികാരപരിധിക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഒരു സെർച്ച് വാറണ്ട് നടപ്പിലാക്കുമ്പോൾ ഏത് സാധനങ്ങൾക്ക് വേണ്ടിയാണോ പരിശോധന നടത്തിയത് അവയിൽ ഏതെങ്കിലും കണ്ടെത്തുമ്പോൾ, കണ്ടോ, നമ്മൾ അധികാരപരിധിയുടെ പുറത്താണ് നടപ്പിലാക്കേണ്ടി വരുമ്പോൾ ഏത് സാധനങ്ങളാണോ കണ്ടെത്തുമ്പോൾ അതിലടങ്ങുന്ന വ്യവസ്ഥകൾ പ്രകാരം തയ്യാറാക്കപ്പെടുന്ന ലിസ്റ്റ് സഹിതം അത്തരം സാഹചര്യത്തിൽ വാറണ്ട് പുറപ്പെടുവിച്ച കോടതിയേക്കാൾ അധികാരപരിധിയുള്ള കോടതിയിലോ, എന്ന് പറഞ്ഞാൽ ഒരു കോടതിയാണ് വാറണ്ട് പുറപ്പെടുവിച്ചത്, സെർച്ച് വാറണ്ട്. ഇതിൻ പ്രകാരം കുറച്ച് വസ്തുക്കൾ പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത വസ്തുക്കൾ എന്ത് ചെയ്യാം? പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത വസ്തുക്കൾ ഏത് കോടതിയാണോ വാറണ്ട് പുറപ്പെടുവിച്ചത് അവിടെയോ അല്ലെങ്കിൽ അതിനേക്കാൾ അധികാരപരിധിയുള്ള കോടതിയിലോ, അല്ലേ? അല്ലാത്ത പക്ഷം അങ്ങനെയുള്ള കോടതി മുമ്പാകെ ഉടനെ എത്തിക്കേണ്ടതും
കൂടാതെ മതിയായ കാരണമില്ലെങ്കിൽ അത്തരം മജിസ്ട്രേറ്റ് അവരെ അത്തരം കോടതിയിലേക്ക് കൊണ്ടുപോകാൻ അധികാരപ്പെടുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ ആ വസ്തുവും ആ വ്യക്തിയും കൂടെ കൊണ്ടുവന്ന് ഈ കോടതിയിൽ കൊടുക്കാം. ഇനി കൊടുക്കുമ്പോൾ ആ കോടതിക്ക് അധികാരപരിധി ഇല്ല എങ്കിൽ അധികാരപരിധിയിലുള്ള കോടതിയിലേക്ക് കൊണ്ടുപോകാൻ അനുവാദം കൊടുക്കാം. 105 ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക്സ് മാർഗങ്ങളിലൂടെയുള്ള പരിശോധന പിടിച്ചെടുക്കൽ. ഓഡിയോ വീഡിയോ ചെയ്യാം. അതായത് ഈ വകുപ്പിന് കീഴിൽ നമ്മൾ എന്ത് ചെയ്താൽ, നമ്മൾ 185 വകുപ്പിന് കീഴിലോ പറയുന്ന ഒരു സ്ഥലം തിരയുന്നതിനോ എന്ത് ചെയ്താലും ഓഡിയോ വീഡിയോ ദൃശ്യശ്രവ്യ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ റെക്കോർഡ് ചെയ്ത് വെക്കണം. പരമാവധി മൊബൈൽ ഫോണിന് മുൻഗണന നൽകണം. കണ്ടോ? എന്നിട്ട് പോലീസ് ഓഫീസർ അത്തരം റെക്കോർഡിംഗ് കാലതാമസം കൂടാതെ ആരെ ഏൽപ്പിക്കണം? ജില്ലാ മജിസ്ട്രേറ്റിനോ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിനോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും കൈമാറണം. നമ്മൾ നടത്തിയ പരിശോധന ഓഡിയോ വീഡിയോ ചെയ്ത് എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റിനെ ഏൽപ്പിക്കണം. ഇനി ചില വസ്തുക്കൾ പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരമാണ്. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് മോഷ്ടിക്കപ്പെട്ടതായി ആരോപിക്കപ്പെടുന്നതോ സംശയിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റം ചെയ്തതായി സംശയിക്കുന്ന പരിതസ്ഥിതികളിൽ കണ്ടെത്തുന്നതോ ആയ ഏതെങ്കിലും വസ്തുക്കൾ പിടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന് സംശയം തോന്നുന്ന ഏതൊരു വസ്തുക്കൾ എന്ത് ചെയ്യാം? പിടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള പിടിച്ചെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള പോലീസ് സ്റ്റേഷൻ്റെ കീഴിലാണെങ്കിൽ, അതായത് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇത് പിടിച്ചെടുത്തതെങ്കിൽ ഉടനടി മേലുദ്യോഗസ്ഥനെ അറിയിക്കണം. നമ്മളൊരു വസ്തു പെട്ടെന്ന് പിടിച്ചെടുത്താൽ ഉടനടി നമ്മൾ മേലുദ്യോഗസ്ഥനെ അറിയിക്കണം. മാത്രമല്ല എന്നിട്ടത് അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിനെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു SI ആണ് പിടിച്ചതെങ്കിൽ ഇൻസ്പെക്ടറെ അറിയിക്കണം, DYSP അറിയിക്കണം, അത് കഴിഞ്ഞിട്ടൊരു മജിസ്ട്രേറ്റിനെ അറിയിക്കണം. പിടിച്ചെടുത്ത വസ്തു കോടതിയിലേക്ക് സൗകര്യപൂർവ്വം കൊണ്ടുപോകാൻ കഴിയാത്തതാണെങ്കിൽ, ഇനി കൊണ്ടുപോകാൻ പറ്റാത്ത വലിയ വസ്തുക്കളാണെങ്കിൽ, അല്ലെങ്കിൽ കോടതിയിൽ ശരിയായ താമസ സൗകര്യം ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള വസ്തുവാണെങ്കിൽ എന്ത് ചെയ്യും? അത്തരം വസ്തുവിൻ്റെ സൂക്ഷിപ്പിന് വേണ്ടി പറ്റിയ ഇടം ലഭ്യമല്ല എങ്കിൽ അപ്പോൾ വസ്തു പോലീസ് സൂക്ഷിപ്പിൽ തുടർച്ചയായി വയ്ക്കേണ്ട ആവശ്യമില്ലെങ്കിലോ എന്ത് ചെയ്യാം? കോടതി മുമ്പാകെ പിന്നെ ഹാജരാക്കിക്കൊള്ളാമെന്നും അതിൻ്റെ കയ്യൊഴിക്കൽ സംബന്ധിച്ച് പിന്നീട് പുറപ്പെടുവിക്കുന്ന കോടതി ഉത്തരവുകൾ നടപ്പിലാക്കാമെന്നും ഏറ്റെടുത്തുകൊണ്ടുള്ള ബോണ്ട് ഒപ്പിട്ട് പൂർത്തീകരിക്കുന്ന ഏതൊരാൾക്കും വസ്തുവിൻ്റെ സൂക്ഷിപ്പ് നൽകാം. അതായത് കോടതിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യം തൽക്കാലം ഇല്ല, കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, അത് താമസ സ്ഥലം ലഭ്യമാക്കാൻ ബുദ്ധിമുട്ടാണ് തുടങ്ങിയ വസ്തുക്കൾ എവിടെ കണ്ടാലും കൊണ്ടുപോകണ്ടെങ്കിൽ അതിൻ്റെ ബോണ്ട് ഒപ്പിട്ട് പൂർത്തീകരിച്ച് ഒരാളിന് എന്ത് ചെയ്യാം? വസ്തു സൂക്ഷിക്കാൻ അയാൾക്ക് നൽകാം. എന്നാൽ ഉപവകുപ്പ് 1 പ്രകാരം പിടിച്ചെടുക്കപ്പെട്ട വസ്തു വേഗത്തിലും സ്വാഭാവികമായ നാശത്തിന് വിധേയമാകുന്ന വസ്തുവോ അല്ലെങ്കിൽ വസ്തുവിൻ്റെ കൈവശമുള്ളയാൾ അജ്ഞാതനാകാം, അല്ലെങ്കിൽ വസ്തുവിൻ്റെ വില 500 രൂപയിൽ താഴെയാകാം. പെട്ടെന്ന് ചീത്താവുന്ന വസ്തു, 500 രൂപയിൽ താഴെയുള്ള വസ്തു തുടങ്ങിയവയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യാം? ആണെങ്കിൽ സൂപ്രണ്ടിൻ്റെ ഉത്തരവ് പ്രകാരം ഉടനെ ലേലത്തിൽ വിൽക്കാവുന്നതാണ്. കണ്ടോ? ഇതിനെ ലേലത്തിൽ വിൽക്കാവുന്നതാണെന്ന് പറയുന്നത്. ഇതിനെ ലേലത്തിൽ വിൽക്കാവുന്നതുമാണ്. ഇനി വസ്തുവിൻ്റെ ജപ്തിയോ കണ്ടുകെട്ടലോ തിരികെ കൊടുക്കലോ. അപ്പോൾ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ പോലീസിന് മനസ്സിലായി ഒരു വസ്തു ക്രിമിനൽ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് അയാൾ സമ്പാദിച്ചതെന്ന്. ക്രിമിനൽ പ്രവൃത്തിയിലൂടെ സമ്പാദിച്ച വസ്തുവാണെന്ന് തോന്നിയാൽ അയാൾക്ക് പോലീസ് സൂപ്രണ്ടിൻ്റെയോ പോലീസ് കമ്മീഷണറിൻ്റെയോ അംഗീകാരത്തോടെ കോടതിയിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കാം. ഇയാൾ നേടിയെടുത്ത വസ്തു എങ്ങനെയാണ്? ഇയാൾ ക്രിമിനൽ പശ്ചാത്തലത്തിലൂടെ നേടിയെടുത്ത വസ്തുവാണ്, അതുകൊണ്ട് ഈ കുറ്റത്തിനെതിരെ നടപടിയെടുക്കാൻ അധികാരപരിധിയുള്ള മജിസ്ട്രേറ്റിനോ വസ്തു ജപ്തി ചെയ്യാനുള്ള ഒരു അപേക്ഷ നൽകാവുന്നതാണ്. വസ്തു ജപ്തി ചെയ്യാനുള്ള ഒരു അപേക്ഷ നൽകാം. മനസ്സിലായോ? അപ്പോൾ കോടതിയോ മജിസ്ട്രേറ്റോ എന്ത് ചെയ്യണം? തെളിവെടുപ്പിന് മുമ്പോ ശേഷമോ ഈ വസ്തുക്കൾ അയാളുടെ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടി അയാൾക്ക് 14 ദിവസത്തിനകം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പുറപ്പെടുവിക്കാം. എന്താണ്? ഇതിൻ്റെ സോഴ്സ് അറിയിക്കണം. ഈ വസ്തുക്കൾ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലെത്തി എന്നുള്ള കാര്യം അറിയിക്കാൻ പറയുന്നു. എന്നാൽ 2ാം വകുപ്പിന് കീഴിൽ ഒരു വ്യക്തി നൽകുന്ന നോട്ടീസിൽ ഏതെങ്കിലും വസ്തു അയാൾക്ക് വേണ്ടി മറ്റൊരാൾ കൈവശം വെച്ചിരിക്കുന്നുവെങ്കിൽ അയാൾക്ക് നോട്ടീസ് നൽകണം. ഈ വസ്തു അനുഭവിക്കുന്ന മറ്റൊരാളാണെങ്കിൽ ആരൊക്കെയാണോ അനുഭവിക്കുന്നത് അവർക്കെല്ലാം നോട്ടീസ് നൽകണം. ഇനി ഈ നോട്ടീസ് അയാൾ അനുസരിച്ചു, അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അയാൾ വിട്ടുകൊടുക്കാം. പക്ഷേ കാണിക്കൽ നോട്ടീസിന് ലഭിച്ച മറുപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിക്കോ മജിസ്ട്രേറ്റിനോ അത് തെളിയിക്കാം. പക്ഷേ അയാൾ അത് കൃത്യമായി അനുസരിക്കാത്ത പക്ഷം വരുമാനമാണെന്ന് കണ്ടെത്തിയാൽ, ഇത് ക്രിമിനൽ കേസിൽ നിന്ന് അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റത്തിലൂടെ നേടിയുള്ള വരുമാനമാണെന്ന് കണ്ടെത്തിയാൽ വസ്തുക്കൾ ജപ്തി ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാം. അപ്പോൾ ക്രിമിനൽ കേസിലൂടെ നേടിയ വസ്തുവാണെങ്കിൽ ജപ്തി ചെയ്യാനുള്ള ഉത്തരവ് നൽകാം. എന്നാൽ അത്തരം വ്യക്തി കാരണം കാണിക്കൽ നോട്ടീസിൽ 14 ദിവസം ഹാജരാകാതിരിക്കുകയോ കേസ് പ്രതികരിക്കുകയോ ചെയ്യാത്ത പക്ഷം, അയാൾ വന്നുമില്ല, കേസിനെ പ്രതികരിക്കുന്നുമില്ല, ഒരു ഉത്തരവും തന്നില്ലെങ്കിൽ കോടതിക്ക് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാം. എന്ന് പറഞ്ഞാൽ അയാളുടെ വസ്തുക്കൾ പിടിച്ചെടുത്തോളൂ.
എന്ന് ഏകപക്ഷീയം മാന്യമായിട്ട് അയാളുടെ അടുത്ത് 14 ദിവസം നോട്ടീസ് കൊടുത്ത് വരാൻ പറഞ്ഞു. പക്ഷേ വരാത്ത പക്ഷം അത് പിടിച്ചെടുക്കാനുള്ള ഉത്തരവ് കൊടുക്കുക. അടുത്തത്, 2-ാം വകുപ്പിന് കീഴിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും പ്രസ്തുത ഉപവകുപ്പിന് കീഴിലുള്ള നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് ജപ്തി അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന ലക്ഷ്യത്തെ പരാജയപ്പെടുത്തുമെന്ന് കോടതിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഏകപക്ഷീയമായി ജപ്തിക്കോ പിടിച്ചെടുക്കുന്നോ ഉള്ള ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാവുന്നതാണ്. ഇനി ഇതിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും പ്രസ്തുത ഉപവകുപ്പിന് കീഴിലുള്ള നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് ജപ്തി അല്ലെങ്കിൽ പിടിച്ചെടുക്കേണ്ട ലക്ഷ്യത്തെ പരാജയപ്പെടുത്തുമെന്ന് കോടതിക്ക് അഭിപ്രായമുണ്ട്. ഇനി നോട്ടീസും പുറപ്പെടുവിച്ച് കാത്തിരുന്നു കഴിഞ്ഞാൽ കോടതിയുടെ ഇത് നമുക്ക് പിടിച്ചെടുക്കാനുള്ള ഉത്തരവ് അല്ലേ പരാജയപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഉത്തരവ് എന്ത് ചെയ്യാം, റദ്ദാക്കുകയും ചെയ്യാം. മനസ്സിലായോ? മാത്രമല്ല, ഈ വസ്തുക്കൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കണ്ടോ, കോടതിക്കോ മജിസ്ട്രേറ്റിനോ ജില്ലാ മജിസ്ട്രേറ്റിനോട് എന്തു പറയാം, അവ ആനുപാതികമായി എല്ലാവർക്കും വീതിച്ച് നൽകാം. ഇതിൻ്റെ ഉടമസ്ഥൻ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ആനുപാതികമായി വീതിച്ച് നൽകാനുള്ള അധികാരം നൽകാം. ഇത് 60 ദിവസം അല്ലെ, ഈ ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ ജില്ലാ മജിസ്ട്രേറ്റിന് 60 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ വരുമാനം എന്ത് ചെയ്യാം, സ്വയം അദ്ദേഹത്തിന് അധികാരപ്പെടുത്തിയ കീഴുദ്യോഗസ്ഥന് വിതരണം ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും വിതരണം ചെയ്യാം. ഇനി ഇതിന് അവകാശികളില്ലെങ്കിലോ, വാങ്ങാൻ അവകാശികളില്ലെങ്കിലോ ഇത് സർക്കാരിന് ജപ്തി ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വസ്തു ക്രിമിനൽ കുറ്റത്തിലൂടെ നേടിയ വസ്തുവാണെങ്കിൽ പോലീസ് അത് പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ കോടതി പറയുന്ന വ്യക്തിക്ക് പിടിച്ചെടുക്കാം. പിടിച്ചെടുത്ത ശേഷം അത് അതിന് മുമ്പേ ഒരു നോട്ടീസ് കൊടുക്കാം. നോട്ടീസ് കൊടുത്ത് അയാൾ അനുസരിച്ചില്ലെങ്കിലാണ് ഏകപക്ഷീയമായി പിടിച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ കോടതി അത് അന്വേഷിച്ചിട്ടേ ചെയ്യുകയുള്ളൂ. ഇനി മജിസ്ട്രേറ്റിന് തൻ്റെ സാന്നിധ്യത്തിൽ പരിശോധന നടത്താൻ നിർദ്ദേശിക്കാം. ചില സന്ദർഭങ്ങളിലൊക്കെ ഏതൊരു മജിസ്ട്രേറ്റിനും തൻ്റെ സാന്നിധ്യത്തിൽ ഒരു സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കാൻ യോഗ്യതയുള്ള തിരച്ചിലിനായി തൻ്റെ സാന്നിധ്യത്തിൽ പരിശോധന നടത്താൻ നിർദ്ദേശിക്കാം. എൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ പരിശോധിച്ചോളൂ എന്ന് പറയാനുള്ള അധികാരമുണ്ട്. 109 ഹാജരാക്കപ്പെട്ട രേഖ മുതലായവ പിടിച്ചെടുക്കാനുള്ള അധികാരം. ഏത് കോടതിക്കും ഉചിതമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സംഖ്യയുടെ കീഴിൽ ഏത് രേഖയും എന്ത് ചെയ്യാം, പിടിച്ചെടുക്കാം. ഇനി 110, അതായത് ഇവിടെ പറയുന്നത് പ്രതിക്കുള്ള സമൻസോ പ്രതിയുടെ അറസ്റ്റ് വാറണ്ടോ ഏതെങ്കിലും വ്യക്തിയോട് ഹാജരാകാൻ ആവശ്യപ്പെടുന്ന സമൻസോ ഒരു സെർച്ച് വാറണ്ടോ. പ്രതിക്കുള്ള സമൻസ്, പ്രതിയുടെ അറസ്റ്റ് വാറണ്ട്, ഏതെങ്കിലും വ്യക്തിയോട് ഹാജരാകാൻ ആവശ്യപ്പെടുന്ന അയാൾക്കുള്ള സമൻസോ ഒരു സെർച്ച് വാറണ്ടോ തുടങ്ങിയവയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏത് സ്ഥലത്തും എന്ത് ചെയ്യാം, ഇത് നടപ്പിലാക്കാം. കണ്ടോ, ഇന്ത്യയിലെ ഏത് സ്ഥലത്തും ഇത് നടപ്പിലാക്കാം. പക്ഷേ ഇത് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ കണ്ടോ, രാജ്യത്തെയോ ആ സ്ഥലത്തെയോ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് പുറത്ത് നടപ്പിലാക്കേണ്ടി വരുമ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമല്ല, അത് കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകം പറഞ്ഞ വിജ്ഞാപനം വഴി ആ മാതൃകയിൽ ഡ്യൂപ്ലിക്കേറ്റായി നടത്താൻ കോടതി ഉത്തരവാദിയാണ്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമോ സമൻസും വാറണ്ടും സെർച്ച് വാറണ്ടും ഒക്കെ നടപ്പിലാക്കാൻ കുഴപ്പമില്ല. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് സെർച്ച് വാറണ്ടുമായി ബന്ധപ്പെട്ട സെക്ഷനുകൾ എന്ന് പറയുന്നത്. സെർച്ച് വാറണ്ടുമായി ബന്ധപ്പെട്ട് വളരെ എളുപ്പമുള്ളതാണ്. ഇതിനകത്ത് 103 ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, 103ാമത്തെ സെക്ഷൻ. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു മോഡ്യൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത് 148ആണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് സായുധ സേനാംഗങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ നടത്തുന്ന പ്രശ്നങ്ങൾ. സിവിൽ ബലം ഉപയോഗിച്ച് സംഘത്തെ പിരിച്ചുവിടുന്നത് എങ്ങനെ എന്നാണ്. ഇത് സെർച്ച് വാറണ്ടുമായിട്ടൊന്നും ബന്ധമില്ല, ഇത് മറ്റൊരു മോഡ്യൂളാണ്. അതായത് ഏതെങ്കിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ചാർജുള്ള ഉദ്യോഗസ്ഥൻ്റെ അഭാവത്തിൽ SI റാങ്കിൽ കുറയാത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും നിയമവിരുദ്ധ സംഘം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യാൻ പറയാം, പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടാം. കണ്ടോ, പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളൂ, പൊതുസമാധാനത്തിന് ഭംഗം വരുത്താൻ സാധ്യതയുള്ള 5 അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവരോട് പിരിഞ്ഞു പോകാൻ ഉത്തരവിടാവുന്നതും അതനുസരിച്ച് പിരിഞ്ഞു പോകേണ്ടത് അത്തരം സംഘത്തിലെ അംഗങ്ങളുടെ ചുമതലയുമാണ്. അപ്പോൾ ഇവർ പിരിഞ്ഞു പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, പിരിഞ്ഞു പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി അപ്രകാരം കൽപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും സംഘം പിരിഞ്ഞു പോകുന്നില്ലെങ്കിലും സംഘം പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ്, കളക്ടർ അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ അദ്ദേഹത്തിൻ്റെ ഉത്തരവ് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥന് ആ സംഘത്തെ ബലം ഉപയോഗിച്ച് പിരിച്ചുവിടണം.
അപ്പോൾ ഇവരെ ഈ സമരവും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ എന്ത് ചെയ്യാം, ബലം പ്രയോഗിച്ച് പിരിച്ചുവിടാം. അങ്ങനെയുള്ള സംഘത്തെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയോ അതിൻ്റെ ഭാഗമായ ആളുകളെ നിയമാനുസരണം ശിക്ഷിക്കുന്നതിന് വേണ്ടിയോ അറസ്റ്റ് ചെയ്യുന്നതിനും തടഞ്ഞു വയ്ക്കുന്നതിനും വേണ്ടി സായുധ സേനാംഗമല്ലാത്തൊരു പുരുഷന്റെ സഹായം തേടാം. എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ അല്ലാത്ത വ്യക്തികളുടെ, സാധാരണ വ്യക്തികളുടെ സഹായമൊക്കെ തേടാം ഇവരെ പിരിച്ചുവിടാനായിട്ട്. ഇനി സംഘങ്ങൾ പിരിച്ചുവിടാൻ സായുധ സേനകളെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഈ 148 ക്ലോസ് 1 തൊട്ടു മുമ്പിൽ പറഞ്ഞ പോലീസിനെ കൊണ്ടൊന്നും നടക്കുന്നില്ല എങ്കിൽ പരാമർശിക്കുന്ന ഏതെങ്കിലും സംഘത്തെ പിരിച്ചുവിടാൻ കഴിയാതിരിക്കുകയും സ്റ്റേറ്റ് ഗവൺമെന്റിന് പറ്റുന്നില്ല എങ്കിൽ പൊതുസുരക്ഷയ്ക്ക് ആവശ്യമായിരിക്കുകയും ചെയ്യുമ്പോൾ ജില്ലാ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തിയ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ ആരെ ഉപയോഗിച്ച് പിരിച്ചുവിടാം? സായുധ സേനാംഗങ്ങളെ, പട്ടാളക്കാരെ ഉപയോഗിച്ച് ഈ സംഘത്തെ പിരിച്ചുവിടിക്കാം. അത്തരം മജിസ്ട്രേറ്റിന് സായുധ സേനകളിൽപ്പെട്ട ആളുകളുടെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ കമാൻഡുള്ള ഏതെങ്കിലും ഓഫീസറോട്, എന്ന് പറഞ്ഞാൽ ആ സായുധ സേനയിലെ ഹെഡായിട്ടുള്ള ഓഫീസറോട് പറയാം, ഈ സംഘങ്ങളെ എനിക്ക് പിരിച്ചുവിട്ട് തരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം അതനുസരിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. ഭാഗമായവരെ നിയമാനുസൃതം ശിക്ഷിക്കുന്നതിനോ ആവശ്യപ്പെടാവുന്നതാണ്. ആവശ്യപ്പെടുമ്പോൾ ഈ സായുധ സേനയിലെ അത്തരത്തിലുള്ള ഓരോ ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ള ആവശ്യപ്പെടലിനെ ഉചിതമെന്ന് കരുതുന്ന രീതിയിൽ അനുസരിക്കണം. അപ്പോൾ ഈ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെ സായുധ സേനകൾ അനുസരിക്കുകയും ഈ ക്രിമിനൽസുകളെ അല്ലെങ്കിൽ ഈ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം എന്ത് ചെയ്യണം? പിരിച്ചുവിടണം. അവർക്ക് പരിക്ക് പറ്റിയാലോ എന്തു പറ്റിയാലോ സായുധ സേനാംഗങ്ങൾ കുറ്റക്കാരല്ല എന്നുകൂടെ അറിയുക. 180 സായുധ സേനയിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ സംഘം പിരിച്ചുവിടാനുള്ള അധികാരം. അങ്ങനെയുള്ള ഏതെങ്കിലും സംഘം പൊതുസുരക്ഷയ്ക്ക് അപകടത്തിലാവുകയും, അപ്പോൾ യുവമാർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ആ സമയത്ത് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ വിവരം അറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ വിവരം അറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ സായുധ സേനയിലെ ഏതെങ്കിലും കമ്മീഷൻ്റെ അല്ലെങ്കിൽ ഓഫീസർക്ക്, അപ്പോൾ സായുധ സേനയിലെ ഈ ഓഫീസർക്ക് തന്നെ എന്ത് ചെയ്യാം? തൻ്റെ കമാൻഡിലുള്ള സേനാംഗങ്ങൾ കൊണ്ട് യുവമാരെ പിരിച്ചുപിടിക്കാം. അവിടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് നോക്കി നിൽക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇയാൾ ഈ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, അപ്പോൾ എല്ലാവരും അടി ഒക്കെ കൊടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായി ആശയവിനിമയം നടത്തുന്നത് പ്രായോഗികമാണെങ്കിൽ, ഇനി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ആ സമയത്ത് കിട്ടിയെങ്കിൽ അദ്ദേഹം പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാം? ഇത് മുന്നോട്ട് പോവുകയും ചെയ്യാം. മജിസ്ട്രേറ്റിന്റെ ഉത്തരവുകൾ അനുസരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി 148, 149, 150 എന്നീ വകുപ്പുകൾക്ക് കീഴിലുള്ള കുറ്റങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനെതിരെയുള്ള സംരക്ഷണം. നമ്മൾ ഈ 148, 149, 150 ഒക്കെ പഠിച്ചല്ലോ. ഇതിനെതിരെ ഒരിക്കലും ഒരു കോടതിക്കും ക്രിമിനൽ കോടതിയിൽ പ്രോസിക്യൂഷൻ ആരംഭിക്കുവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കുവാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിലോ എന്ത് ചെയ്യണമെങ്കിലും കേന്ദ്ര ഗവൺമെന്റിൻ്റെയോ സംസ്ഥാന ഗവൺമെന്റിൻ്റെയോ അനുമതിയോടുകൂടി അല്ലാതെ പ്രോസിക്യൂഷൻ ആരംഭിക്കുവാൻ പാടുള്ളതല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് അവിടെ പറയുന്നത്. ഇതൊക്കെ കുറച്ച് പോയിന്റുകൾ വരുന്നത്. അപ്പോൾ മനസ്സിലായി കാണും. ആദ്യം പോലീസ് നോക്കി, പോലീസിനെ കൊണ്ട് പറ്റിയില്ല. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം നോക്കി, പറ്റിയില്ല. പിന്നെ പട്ടാളത്തിനെ വരുത്തി ചെയ്തു. ഓക്കെ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ കിട്ടിയില്ലെങ്കിൽ പോലും പട്ടാളക്കാരൻ നേരിട്ട് ഇറങ്ങി ഇവരെ പിരിച്ചുവിടുന്നതാണ്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്കറിയാം. സായുധ സേനകൾ എന്ന് പറഞ്ഞാൽ കരസേന, നാവികസേന, വ്യോമസേന തുടങ്ങിയവരൊക്കെയാണ്. ഇനി 168 പോലീസിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്. കൊഗ്നൈസബിൾ കുറ്റം പോലീസ് തടയേണ്ടതാണ്. എങ്ങനെ? ഏതെങ്കിലും കൊഗ്നൈസബിൾ കുറ്റം ചെയ്യുന്നത് തടയുവാൻ വേണ്ടി ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഇടപെടാവുന്നതും അയാൾ തൻ്റെ കഴിവിൻ്റെ പരമാവധി ഇടപെട്ട് തടയേണ്ടതുമാണ്. അപ്പോൾ ഏത് കൊഗ്നൈസബിൾ കുറ്റം നടന്നാലും പോലീസ് ഉദ്യോഗസ്ഥനിൽ ഇടപെട്ട് തടയാവുന്നതും അല്ലെ അയാളുടെ കഴിവിൻ്റെ പരമാവധി ഇടപെട്ട് തടയണം. ഇനി 169 കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള പദ്ധതിയുടെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ, ഒരാൾ ഒരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യാൻ പോകുന്നു എന്നൊരു പദ്ധതിയുടെ വിവരം കിട്ടിയാൽ, ഏതെങ്കിലും കൊഗ്നൈസബിൾ കുറ്റം ചെയ്യാനുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് വിവരം കിട്ടുന്ന ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും, അപ്പോൾ ഒരാളൊരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യാൻ പോകുന്നു എന്നൊരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിവരം താൻ ഏത് പോലീസ് സ്റ്റേഷന്റെ കീഴിലാണോ, പോലീസ് ഉദ്യോഗസ്ഥന്റെ കീഴിലാണോ അയാൾ ആദ്യം അറിയിക്കണം. അപ്പം തൻ്റെ മേലുദ്യോഗസ്ഥനാണ് ആദ്യം അറിയിക്കുക. ഇനി 170 കൊഗ്നൈസബിൾ കുറ്റം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള അറസ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പേര് കരുതൽ തടങ്കൽ എന്നാണ്. ഒരാളൊരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട്, കണ്ടോ, ഏതെങ്കിലും കൊഗ്നൈസബിൾ കുറ്റം ചെയ്യാനുള്ള പദ്ധതിയെക്കുറിച്ച് അറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ പദ്ധതി ആരംഭിച്ചു എങ്കിൽ മറ്റു വിധത്തിൽ ആ കുറ്റം തടയാൻ പറ്റില്ല. അപ്പോൾ ഒരാളൊരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യാൻ പോകുന്നു, അത് വേറൊരു വഴിയുമില്ല, അത് തടയാനായിട്ട് വേറൊരു വഴിയുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെയും വാറണ്ട് കൂടാതെയും അത്തരത്തിലുള്ള വ്യക്തി അറസ്റ്റ് ചെയ്യാവുന്നതാണ്. മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെയും വാറണ്ട് കൂടാതെയും അത്തരം വ്യക്തിയെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം, മുൻകൂട്ടി അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്ത വ്യക്തിയെ എത്രയും വേഗം മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുക. 24 മണിക്കൂറിൽ കൂടുതൽ അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നിവിടെ പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ അവിടെ പറയുന്നത്. 171 പൊതു സ്വത്ത് നശിപ്പിക്കുന്നത് തടയൽ.
ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും സ്ഥാവര ജംഗമ പൊതു സ്വത്തിനെ തൻ്റെ കൺമുന്നിൽ വെച്ച് ആരെങ്കിലും നശിപ്പിക്കുന്നത് കണ്ടാൽ തടയാവുന്നതാണ്. 172 പോലീസിന്റെ നിയമാനുസൃതമായ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായ വ്യക്തികൾ. ഈ അധ്യായത്തിനുകളിലുള്ള ഏതൊരു കടമയും നിറവേറ്റുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കുകയും അനുസരിക്കുകയും വേണം. മാത്രമല്ല, അങ്ങനെ പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യാത്ത വ്യക്തിയെ പോലീസിന് തടങ്കലിലാക്കുക, നീക്കം ചെയ്യാം, അവരുടെ വസ്തുക്കൾ പിടിച്ചെടുക്കാം, എല്ലാം ചെയ്യാം. മാത്രമല്ല, പെറ്റി കേസുകളിലാണെങ്കിൽ എത്രയും വേഗം 24 മണിക്കൂറിനുള്ളിൽ വിട്ടയക്കുകയും വേണം. അതായത് നോൺ കോഗ്നൈസബിൾ കേസിലൊക്കെ പിടിച്ചെടുത്താണ് വിട്ടയക്കുകയും വേണം. ഇത്രയുമാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പറഞ്ഞത്. ഞാനത് വേഗം പറയാനുള്ള കാരണം ഇത് അത്രയ്ക്കുള്ള ഇമ്പോർട്ടൻസേ ഉള്ളൂ. ഇതിൽ നമുക്ക് സെർച്ച് വാറണ്ടിൽ നിങ്ങൾ ആകെ പഠിക്കാനുള്ളത് 103ാമത്തെ സെക്ഷൻ. ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ളത് കോഗ്നൈസബിളും നോൺ കോഗ്നൈസബിളും ആയിട്ടുള്ള കേസുകളിൽ എന്തൊക്കെ ചെയ്യണം. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണിത്. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.